എന്താ അഭിപ്രായം? സത്യം ആർക്കാ പറയാൻ പറ്റുക? സത്യം പറയാൻ പറ്റുമോ? സത്യം പറയാൻ പറ്റുമോ? ത്രികാല ബാധാരഹിതം സത്യം പറയാൻ പറ്റുമോ? ഇത് വേറെ വിധത്തിലും പറയാം. ഏത്? അപ്പൊ നമുക്കൊക്കെ നുണ പറയാല്ലേ? നുണ പറയാനുള്ള അനുമതിയായി. അങ്ങനെയല്ല, അത് ഈ പ്രകരണത്തിന്റെ അവസാനത്തിലാ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ഏത് വിധത്തിൽ പറഞ്ഞാലും എന്താണ്? സത്യത്തെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തത് യാതൊന്നുണ്ടോ അതാണ് സത്യം. അപ്പൊ പറയുന്നതൊക്കെ നുണയാണെന്നാണോ? അല്ല, വ്യവഹാരത്തിൽ സത്യവും കളവും ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ്? അതാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഏത്? ചില 4 സന്ദർഭങ്ങളിൽ നുണ പറയാന്നൊക്കെ. അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അത് കേൾക്കണ്ട. അയ്യോ, അത് വേണ്ട, അത് കേൾക്കണ്ട. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വാമിജി എടുത്തിട്ടുണ്ട്, ഓർമ്മ വെച്ചിട്ടുണ്ട്. 4 സന്ദർഭത്തിൽ നുണ പറയാമെന്ന് മഹാഭാരതം പറഞ്ഞിട്ടുണ്ട്. അത് സ്മൃതി ആയതുകൊണ്ട് എത്ര കേമമാണെങ്കിലും ശ്രുതി വിരുദ്ധമായ സ്മൃതിയെ തള്ളാൻ സ്മൃതി തന്നെ അനുവദിക്കുന്നുണ്ട്. ഉദാഹരണം അനുസ്മൃതി. മനസ്സിലായില്ല? ശ്രുതി വിരുദ്ധമായ സ്മൃതി എവിടെയുണ്ടോ ആ സ്മൃതിയെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ തള്ളിക്കളയാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ശ്രുതി ചിന്തിക്കാം. ശ്രുതിയിൽ എന്താ പറഞ്ഞത്? വേരോടുകൂടി ഉണങ്ങി പോകുന്ന അതുകൊണ്ട് ഒരു കാരണവശാലും നുണ പറയാൻ പാടില്ല. അതെടുക്കാം നമുക്ക്. വേരോടുകൂടി എന്ന് പറഞ്ഞാൽ പിന്നെ പൊട്ടി തെഴുക്കില്ലെന്നർത്ഥം. വേര് മറ്റേ തടി മാത്രമേ പോയുള്ളൂവെങ്കിൽ വേരുള്ള കാലത്തോളം അത് വീണ്ടും പൊട്ടി പൊളച്ചു എന്ന് വരും. ഇത് കുലത്തോടുകൂടി നശിച്ചു പോകും, ഉണങ്ങിപ്പോകും, പിന്നെ തളിർത്ത് വരില്ല. അതുകൊണ്ട് ശ്രുതിവാക്യത്തിനനുസരിച്ച് ഒരു കാരണവശാലും നുണ പറയരുത്. എന്നാൽ എല്ലാ സത്യവും പറയണമെന്ന് പറഞ്ഞില്ല. അതിലർത്ഥം നുണ പറയണമെന്നല്ല. ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയി കുച്ചു പറഞ്ഞു ഏഷനെ കുറിച്ച്, അതല്ല. പിന്നെന്താ? ചില സത്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും, ഇല്ലേ? അതുകൊണ്ട് എല്ലാ സത്യവും പറയണ്ട. പിന്നെ എന്തേ വേണ്ടു? എന്തെങ്കിലും ഒരു ഗുണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഉള്ള സത്യം പറയാവൂ. അതും പ്രിയവും ഹിതവുമായിരിക്കണം. രണ്ടും കൂടി അല്ലേ? പ്രിയവും ഹിതവും തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ പ്രിയത്തെ തള്ളി ഹിതമായത് പറയണം. ഇങ്ങനെയൊക്കെ ആറ്റിക്കുറുക്കി നോക്കിയാൽ അധികം ഒന്നും മിണ്ടാണ്ടാവില്ല. അധികം പറയുന്നവൻ നുണയും പറയുമെന്ന് മറ്റൊരു പ്രകടനത്തിൽ പറഞ്ഞും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരാണോ അധികം പറയുന്നത് അപ്പൊ നുണയും പറയും. അപ്പോ വെറും വാക്കുകൾ പറയാൻ സമയം ഉണ്ടാവില്ല. മൗനം വിദ്വാന് ഭൂഷണം. മനനം ചെയ്യുന്നവന് മൗനി മുനി. ബാലാന മൗനം. കുട്ടികളുടെ മൗനം അല്ല അവിടെ പറഞ്ഞത്. അധ്യാപകൻ ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടികളൊക്കെ ബഹളം വെച്ചപ്പോൾ പെട്ടെന്ന് അടങ്ങി. ആ മൗനം ബാലാന മൗനം. ആ മൗനം അല്ല അവിടെ പറഞ്ഞത്. മുനി എന്നുള്ളതുകൊണ്ട് എന്താ പറഞ്ഞത്? മുനീനാം അപ്യഹം വ്യാസ. മുനിമാരിൽ ഞാൻ വ്യാസനാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വ്യാസനെ പോലെ മിണ്ടിയവരാരും ഇല്ല. പക്ഷേ എങ്ങനെയുള്ള പറയലായിരുന്നു? മനനം ചെയ്തവനാണ് മുനി. അതുകൊണ്ട് മനനം ചെയ്ത് കാര്യാകാര്യ വിവേചനം ചെയ്ത ആള് ഇല്ലേ? അങ്ങനെ ചെയ്തതിന് ശേഷം വേണ്ടത് ഒരു സന്ദർഭത്തിൽ പറയേണ്ടതാണെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ അങ്ങനെയുള്ള സത്യങ്ങളെ പറയണം. അങ്ങനെയുള്ള സത്യങ്ങളെ പറയാവൂ എന്ന് പറയുമ്പോഴും ആർക്കെങ്കിലും വേണ്ടി എന്തിനെങ്കിലും വേണ്ടിയൊക്കെ പൂർവ്വ സംസ്കാരങ്ങൾ നമ്മെ കൊണ്ട് നുണ പറയിപ്പിച്ചേക്കാം. അവിടെയാ പറഞ്ഞത് ജ്ഞാനി നുണ പറയുമോ എന്ന് ചോദിച്ചത്. തന്റെ പൂർവ്വ സംസ്കാരത്തിനനുസൃതമായി മനസ്സ് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അയാൾ നുണ പറയാൻ അല്ലേ? പരാപശ്യന്തി അല്ലേ? മധ്യമ വൈഖരി എന്ന രൂപത്തിലേക്ക് വരുമ്പോഴേക്ക് തന്നെ അല്ലേ, അവിടെ എവിടെയെങ്കിലും ഒന്ന് കുരുങ്ങി പോയിട്ടില്ലെങ്കിൽ വൈഖരിയായത് പുറത്തു വരാൻ അനുവദിച്ചാൽ എന്താവും? നുണയും പറഞ്ഞു വരും. പക്ഷെ തന്നെ നിയന്ത്രണം തന്നിലായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ തള്ളിച്ച പോലും നിയന്ത്രിതമാക്കും. അങ്ങനെ എന്താവും? നിരന്തരം അയാൾ ആ പ്രയത്നം കൊണ്ട്, അഭ്യാസം കൊണ്ട് എന്തായിത്തീരും? അതിന് ജയിക്കും. മനസാക്ഷിക്കുത്തുണ്ടാവും. ഏത്? മനസ്സിൽ പ്രേരിപ്പിച്ചു മനസാക്ഷിക്കുത്തുണ്ടാവും. ഇത് പ്രയോജനമില്ല എന്ന് മനസ്സിലായി, വ്യക്തമായി മനസ്സിലായി. എന്നാൽ ദോഷമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ചെയ്യില്ല. എന്നാലും മനസ്സ് അറിയാതെ പറയുന്നില്ലേ? അപ്പോഴേക്ക് വരുമ്പോഴേക്ക് എന്തായി? അയ്യോ, ഇനി പറയില്ല. തദർപ്പിൽ അഖിലാചാരത തദ് വിസ്മരണേ പരമവ്യാകുല തച്ചതി. നാരദ ഭക്തിസൂത്രം.
അയ്യോ ഞാൻ പറയണ്ട തോന്നിപ്പോയല്ലോ, പക്ഷെ എന്നാൽ പറഞ്ഞു പോയല്ലോ. മറ്റേക്ക് അങ്ങനെ തോന്നലേ ഇല്ല, അതിനെ ന്യായീകരിക്കും. ഇതല്ല ജ്ഞാനി ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? അയാൾ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, ഉള്ളിൽ എന്ത് ചെയ്യുന്നു? അതും ജ്ഞാനി രജോ ഗുണിയാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരാളെ മുന്നിൽ സമ്മതിച്ചോളുന്നില്ല കേട്ടോ. രജോ ഗുണക്കാർ ഒരിക്കലും മറ്റൊരാളെ മുന്നിൽ കുറ്റം സമ്മതിക്കില്ല, തോച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അതെ, പക്ഷെ എന്നാൽ ഉള്ളിൽ എന്തുണ്ടാവും? ആലോചിക്കും, ഇനി ഞാൻ പറയില്ല, ഇനി ഞാൻ ചെയ്യില്ല. അത് അയാളെ ഒരു പടി മുന്നോട്ടാവും. നിരന്തരമായ സംസ്കരണം കൊണ്ട് അയാൾ ആരായിത്തീരും? അങ്ങനെ വിജ്ഞാനിയായി തീരുമ്പോ ആ വിജ്ഞാനിയിൽ ഏതുണ്ട്? ആഗാമികങ്ങളൊന്നുമില്ല. എന്നാൽ ജ്ഞാനിയിൽ ആഗാമിക കർമ്മങ്ങളുണ്ട് എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ പറയാണ്, കർത്തൃത്വ ഭോക്തൃത്വ ഭാവമില്ലാത്ത ജ്ഞാനിയെ കർമ്മഫലം ബാധിക്കുന്നില്ലെങ്കിലും ദേഹം അതിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അത് എങ്ങോട്ട് പോകും? ഉണ്ടെങ്കിൽ അത് എവിടേക്കൊക്കെ പോണേ. നോക്കൂ, ഒരു കർമ്മം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടല്ലോ. നമ്മൾ നാളെ ചിന്തിച്ചു, ഒരു പട്ടി പോകുന്നു, അതിനെ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു. എറിയാൻ എനിക്ക് അധികാരമുണ്ട്, കർത്തും അകർത്തും അന്യതാകർത്തും യോഗ്യത എനിക്കുണ്ടല്ലേ? എറിയാനും എറിയാതിരിക്കാനും ഇല്ലേ? എന്താ, വേറൊരു പ്രകാരത്തിൽ പ്രവർത്തിക്കാനും ഒക്കെ എനിക്ക് കഴിവുണ്ട്. അതിൽ എനിക്ക് കർത്തൃത്വ ബോധമുണ്ട്, എനിക്ക് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ പട്ടി പോകുന്നുണ്ട്, ഞാൻ എറിയണം തോന്നി, എറിഞ്ഞു, പട്ടി പോയി, കുട്ടിയായി. അയ്യോ കല്ലേ കൊള്ളല്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ എനിക്ക് അധികാരമില്ല. അല്ലാതെ കർമ്മഫലത്തിൽ അധികാരമില്ല എന്നുള്ളത് പണിയെടുത്തോളൂ, കൂലി ചോദിക്കരുത് എന്ന് പറഞ്ഞതല്ല. അങ്ങനെ ഉണ്ട് ഗീതാ വ്യാഖ്യാതാക്കൾ ചിലരൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്താ കർമ്മം? ഫലത്തിൽ ആഗ്രഹമില്ല, പിന്നെന്താ പണിയെടുത്തോളൂ, പിന്നെന്താ കൂലി ചോദിക്കരുത്. അതല്ല, പണിയെടുത്താൽ കൂലിയുണ്ട്. എന്താ ദൃഷ്ടമോ അദൃഷ്ടമോ എന്ന് ചോദ്യം, രണ്ടും ഉണ്ട്. നമ്മൾക്ക് ദൃഷ്ടമായിട്ടുള്ളതേ വേണ്ടു, അദൃഷ്ടമായത് നമ്മൾ കാണുന്നില്ല. ദൃഷ്ടമുണ്ടെങ്കിൽ അദൃഷ്ടമുണ്ട്, എതിരും രണ്ട് ഭാഗമുണ്ട്. എന്ത് കർമ്മം ചെയ്താലും ഈ പറയുന്ന വാക്കുകൾക്കും ഈ കേൾക്കുന്ന വാക്കുകൾക്കും ഒക്കെ ഇല്ലേ, ദൃഷ്ടവും അദൃഷ്ടവും ഉണ്ട്. ദൃഷ്ടമായതിലേറെ കേമമാണ് അദൃഷ്ടം. എന്താ, പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇല്ലേ, എല്ലാവർക്കും ഇല്ലേ? ഏതായാലും കർമ്മമാണോ അല്ലേ എന്നുള്ളത് വീക്ഷണം പോട്ടെ, എങ്കിലും ഇല്ലേ, ഏതിനാ ശക്തി കൂടുതൽ? ഒരാള് ഒരു കാര്യം, നല്ല കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ, കർത്തൃത്വ ഭോക്തൃത്വം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ജ്ഞാനിയൊക്കെ നിൽക്കട്ടെ. ഒരാള് മറ്റൊരാൾക്ക് ഒരു കാര്യം, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, അഥവാ ചീത്ത കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഏതായാലും അത് കേൾക്കുന്ന ആളെക്കാൾ ഗുണം ആർക്കാ, അഥവാ ദോഷം ആർക്കാ? പറയുന്ന ആൾക്കാണ്. അല്ല, ഓരോ പ്രാവശ്യം പറയുമ്പോൾ അത് ഉറപ്പിക്കുകയാണ്, അത് നല്ലതായാലും ചീത്തയായാലും. സുഖമായിട്ട് പഠിക്കും, അത് ഊട്ടി ഉറപ്പിക്കും. നല്ലൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നല്ലതിലേക്ക് അയാളെ പ്രേരിപ്പിക്കുമ്പോൾ സ്വയം നമ്മൾ നന്നാവും. എന്താ, നല്ലതിലേക്ക് പോവാൻ സ്വയം നമുക്ക് കഴിയും. കേൾക്കുന്നതിലധികം പറയുമ്പോൾ കഴിയും. പക്ഷേ വിളമ്പാൻ തുടങ്ങിയാൽ കഴിക്കാൻ കൂടില്ല എന്നുള്ളൊരു ദോഷം അതിനുണ്ട്. അതുകൊണ്ട് ആചാര്യന്മാരത് പ്രോത്സാഹിപ്പിക്കാറില്ല. മനസ്സിലായില്ല? എന്നാ ഞങ്ങളൊക്കെ പറയാൻ പോവാ, ക്ലാസ് എടുക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? പിന്നെ കഴിക്കാൻ കൂടില്ല. അതുകൊണ്ട് കഴിച്ചതിന് ശേഷം വിളമ്പുകയാണ് നല്ലത് എന്ന് പറയാറുണ്ട്. അത്രേ ഉള്ളൂ, ദോഷം പറയാൻ പാടില്ല. എന്താ, അല്ല ശരി. അപ്പോ നമ്മൾ ഓരോന്നും ഇപ്പോ ഇവിടെ പറയുമ്പോൾ അവിടെ നല്ലതായാലും ചീത്തയായാലും ആ ചെയ്യുന്നത് പറയുന്നത് കുറെ ഒരു മറ്റൊരാളെ ചീത്ത പറഞ്ഞു നോക്കൂ, ഉറപ്പ് എന്തുണ്ടാവും? നമ്മൾ ചീത്തയാവും. ചീത്ത പറയുന്ന ആളാണ് ചീത്തയാവുന്നത്, കേൾക്കുന്ന ആളല്ല. കേൾക്കുന്ന ആളെ സ്വീകരിച്ചോ സ്വീകരിച്ചില്ലേന്ന് നമുക്കറിയില്ല അല്ലേ? എത്രയോ പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് ദൂരത്ത് ഒന്ന് കാറ്റ് വഴിക്ക് ഒരു ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെയല്ല ദുർഗന്ധം, അവിടെയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഈ കഥയായിരുന്നു സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. ഓർത്തു നോക്കൂ. അത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ അന്ന് അവിടെ ആ കസേരയിൽ അവിടെയായിരുന്നു ഇരുന്നത്, ആ ജനലിന്റെ അടുത്ത്. അപ്പൊ പുറമേക്കൊന്ന് നോക്കി, കാരണം അങ്ങനെ നോക്കല് വരും. മനസ്സിലായില്ല?
ദുർഗന്ധം അവിടുന്ന് ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ, കാറ്റ് വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ആ ദുർഗന്ധത്തിന് കാരണം എന്താണ്? ഇവിടെയല്ല അവിടെയാണെന്ന്. അതേപോലെ ആരാണോ മറ്റൊരാളെ ചീത്ത പറയുന്നത്, ദുഷിക്കുന്നത്, ഏറ്റവും ദുഷിച്ചത് ആരാണ്? ഏതിന്റെ ഉള്ളിൽ നിന്നാണോ അത് പുറത്തു വന്നത് അയാളാണ്. ഇതിന് ഉദാഹരണങ്ങൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കല് കോഴിക്കോട് ടൗണിൽ വെച്ച് ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് സ്വാമിജിയെ ഒരുപാട് ആളുകൾ തെറി വിളിച്ചത്. ഇവിടെ വെച്ചാ പറഞ്ഞെന്നറിയില്ല. അതിലാണ് ഡ്രൈവർ നമ്മളെ രമേശനാണ്. രമേശൻ ഒരു വാക്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? തത്വമസി. പക്ഷെ സ്വാമിജിയുടെ മുന്നിൽ നിന്ന് ഇയാൾക്ക് ഇപ്പൊ സ്വാമിജിനെ പറയുമ്പോൾ സ്വാമിജിക്ക് പ്രശ്നമല്ല, പിന്നെ ഇയാൾക്കാണെങ്കിൽ ഒരു അരിശം മൂത്തു. കാരണം വെച്ചാൽ ഇത് പറയാതെ വിട്ടു പോകാൻ വയ്യല്ലോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഒക്കെ കൂടി അടക്കിയിട്ട് ഒറ്റ വാക്യം, എന്ത്? തത്വമസി. തത്വം പദങ്ങൾക്ക് ശേഷം അസി ശബ്ദം വന്നാൽ അതാകുന്നു എന്ന് തന്നെ അർത്ഥം പറയണല്ലോ. അപ്പൊ എന്തായി? അല്ലെങ്കിൽ അസി എന്നുള്ളത് വാളാവും. അത് നല്ലതായിരുന്നു, അവിടെ യോജിച്ചായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല പറയുക. തത്വം പദങ്ങൾക്ക് ശേഷം അസി ശബ്ദം വന്നാൽ അത് നീ ആകുന്നു, ഈ പറഞ്ഞതൊക്കെ നീ തന്നെയാകുന്നു. അപ്പോഴും അയാൾ എന്തായി? നല്ലതല്ലേ ഉപയോഗിച്ചത്. നോക്കൂ, അപ്പൊ ഇങ്ങോട്ടൊരാൾ ചീത്ത പറഞ്ഞാലും അയാൾ അങ്ങോട്ട് നല്ലത് കാണണമെങ്കിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ എങ്ങനെയാ കാണുക? ധ്രുവന്റെ ചരിതം പഠിക്കുന്ന വേറെ ഒരാൾ ഉറപ്പിക്കാതാണ്. ഇങ്ങോട്ട് എങ്ങനെയാണോ കണ്ടത്, അല്ലേ? സുനീതി എങ്ങനെ കണ്ടത്, സുരുചി എങ്ങനെ കണ്ടു, എങ്ങനെയാ തന്റെ മകനോട് പ്രേരിപ്പിച്ചത്? നല്ലതായിട്ട് കാണാനാണ് പറഞ്ഞത്. അറിയാം എന്ത് നല്ല ഉദ്ദേശിച്ചതൊന്നല്ല ഇവനെ പറഞ്ഞയച്ചതെന്ന്, അല്ലേ? ധ്രുവനെ പറഞ്ഞയച്ചതെന്ന്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? നല്ലതാക്കി മാറ്റി. അത് അവിടെയാണ് എന്റെ വിജയം. ഒരാള് നമ്മളെ ചീത്ത പറഞ്ഞത് നല്ലതായിട്ട് എടുക്കുക. ആ നല്ലതായിട്ട് എടുത്തിട്ട് അത് വെച്ച് ചീത്ത പറയേണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. അതപ്പൊ എന്താ തോന്നിയേച്ച് അതേപോലെ പ്രവർത്തിക്കുക. അല്ലാതെ പ്രശ്നമാവും. ഒരു മുഖത്ത് അടി കിട്ടിയാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക. അങ്ങനെ മാറി മാറി അടി കിട്ടാൻ വിധിക്കപ്പെട്ട ഒരു വർഗമായി ഹിന്ദു മാറിപ്പോയിരുന്നു. അത് പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അഹിംസയെ തെറ്റിദ്ധരിച്ചു, അതല്ല പറഞ്ഞത്. പക്ഷെ കിട്ടിയാൽ ഒട്ട് വിഷമം ഉണ്ടാവരുത്, കൊടുത്താലൊട്ട്, അല്ലേ? കിട്ടിയാലും വിഷമം ഉണ്ടാവരുത്, കൊടുത്താൽ അയ്യോ ഞാൻ കൊടുത്തു പോയല്ലോ എന്ന് ചിന്തണ്ടാവരുത്. ഓടേണ്ടി വന്നാലും പ്രശ്നം ഉണ്ടാവരുത്, അല്ലേ? തിരിച്ച് ഓടിപ്പിച്ചാലും പ്രശ്നം ഉണ്ടാവരുത്. രണ്ടും തുല്യാവണം. എന്നാലും ഞാൻ ഓടിയതൊന്നും മോശമായില്ലേ, ഓടേണ്ട സമയത്ത് ഓടണം, കിട്ടിയ കൊണ്ടുപോലും വേണം. രണ്ടും പ്രാരംഭം. പക്ഷെ രണ്ടിലും പ്രശ്നം ഉണ്ടാവരുത്. വലിയ നിന്ദാ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏനകന. നിന്ദയായാലും സ്തുതിയായാലും ചൂടായാലും തണുപ്പായാലും മാനമായാലും അപമാനമായാലും എന്ത് തുല്യമായി സ്വീകരിക്കാൻ, കിട്ടിയത് സ്വീകരിക്കാൻ കഴിവ് വേണം. അവിടെ എന്നത് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. എന്താണോ പ്രാപ്തം പ്രാപണീയം. എന്നാ ഞങ്ങൾ പോകുന്ന സമയത്തേ അങ്ങനെയല്ല അക്രമങ്ങൾ വരുമ്പോ എന്തെങ്കിലും ആയുധമൊക്കെ കൊണ്ട് നടക്കാല്ലേ, ഈ പറഞ്ഞ അർത്ഥത്തിൽ വേണ്ട, ചിലപ്പോ മറ്റൊരു ഗുണം ചെയ്യും. അത് വേണ്ട. പ്രാപ്തം പ്രാപണീയം. എന്താണോ അപ്പോ ഉള്ളത്. ഇതാണ് ഒരു സാധകന്റെ ജീവിതം. അപ്പൊ എന്ത് തോന്നിയോ അത് ശരിയായിരിക്കും. അപ്പൊ ചോദ്യം, അത് വേറൊരാൾ പറഞ്ഞു നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ? അവിടെ തെറ്റ് ശരിയില്ലാന്നേ. കാരണം എന്ത്? സാധകനാണെങ്കിൽ, ജ്ഞാനിയാണെങ്കിൽ. വേറൊരാൾ സർട്ടിഫിക്കറ്റ് വേണ്ട അയാൾക്ക്, വേണോ? വേണ്ട, ഒന്നും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഒരിക്കലും ജ്ഞാനി ആളെ കൂട്ടാറില്ല. പോകുമ്പോ ആള് പോവാറുണ്ടാവും കേട്ടോ. ഒറ്റയ്ക്കാ പോണത്, അതുകൊണ്ട് നല്ല ആള് വന്നില്ലെങ്കിൽ ഞാൻ ആകെ, അല്ലേ? അതില്ല. പക്ഷെ ആള് പോവാ, അല്ലേ? അയാൾക്ക് ഞാനും പോയി കൊടുക്കട്ടെ അയാളുടെ പിന്നാലെ, അല്ലേ? അങ്ങനെ വിചാരിക്കാം. പക്ഷെ എനിക്ക് 4 ആള് വേണം, എന്നാലേ എനിക്ക് പോവാൻ ധൈര്യമുള്ളൂ. അതുണ്ടാവില്ല. ഏതായാലും ഇതിന് വിപരീതമാവില്ല. പിന്നെ നമ്മളെ ദൃഷ്ടിയിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനാൽ കർത്തൃത്വ ഭോക്തൃത്വ ഭാവമില്ലാത്ത ജ്ഞാനിയെ. കർത്തൃത്വ ഭാവം ഉണ്ടെങ്കിൽ ഭോക്തൃത്വ ഭാവവും ഉണ്ട്. കിട്ടിയാൽ കൊടുക്കുകയും വേണം, കൊടുത്താൽ കിട്ടുകയും ചെയ്യും, ഒക്കെ ചെയ്യും. എങ്കിലും 2 ഭാവമില്ല. അങ്ങനെയായപ്പോ കർമ്മഫലം ബാധിക്കുന്നില്ല. അല്ലാത്തവരൊക്കെ കർമ്മഫലം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഗാമി കർമ്മം ജ്ഞാനിക്ക് ബാധകമല്ല, ജ്ഞാനി ദേഹത്തിന് ബാധകമുണ്ട്. സൂക്കട് വരുന്നത് ഒരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയാണെങ്കിൽ അയാൾക്ക് അസുഖം വരാൻ പാടില്ലല്ലോ.
രോഗം വരും, അസുഖം വന്നോളന്നില്ലല്ലോ. അസുഖം വരുന്നിപ്പോ പുറമെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. എനിക്ക് അസുഖമാണ് പറഞ്ഞാലും അസുഖമായിക്കോളന്നില്ല. വ്യവഹാരത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ? സുഖം തന്നെ. നമ്മളെന്തെങ്കിലും ദുഃഖിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്നില്ല, അങ്ങനെയല്ല. ദുഃഖിക്കാൻ വകുപ്പുണ്ടായാലും ദുഃഖിക്കില്ല. പ്രാരബ്ധം സുഖമായിട്ട് അനുഭവിക്കും. ഒരിക്കലും വായന്ന് വരില്ല എന്ത് ഭഗവാനേ എൻ്റെ രോഗം ഒന്ന് മാറ്റി തരണേ, ഇല്ല. കാരണം എൻ്റെ രോഗം മാറ്റാൻ ഭഗവാന് കഴിയാത്തത് കൊണ്ട് എനിക്കേ കഴിയുള്ളൂ. ഇതിപ്പോൾ കഴിയില്ല. ഇപ്പൊ ഇന്നലെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്, അന്നത്തെ ആഗാമികമാണ് ഇന്നത്തെ പ്രാരബ്ധം എന്ന് തിരിച്ചറിയുന്ന ജ്ഞാനി ഒരിക്കലും അയാൾക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പ്രാർത്ഥിക്കാൻ തോന്നരുത് എന്നുള്ളത്. അല്ലാതെ എന്ത് പ്രാർത്ഥന ഉണ്ടാവുക? അവരുടെ ദേഹം അതിന്റെ ധർമ്മം. നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോണതാണേ. കാരണം നരകോപാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റണമേ തിരുവയ്ക്കുമ്പോഴും ശിവശംഭോ. ഇത് നരകമാണ്. ഈ വേറെ സ്വർഗം കിട്ടാനുണ്ട്. അതാണ് പിടിച്ചതിനെ വിട്ട് പറക്കണനെ പിടിക്കാൻ വേണ്ടി നോക്കുക. വെറുതെയാണ്. ഇതിനും വലിയ മനുഷ്യജന്മം കിട്ടാൻ ഒരു പുല്ലായിട്ടെങ്കിലും, പുല്ലല്ല മനുഷ്യനായിട്ട് കിട്ടോ. ഇനിയും പറഞ്ഞ് കിട്ടിയതിന് നന്ദിയില്ലാതെ നമ്മളെ ഇങ്ങനെ കഴിഞ്ഞു പോയി. കിട്ടിയത് വിനിയോഗിക്കാത്ത കുഴപ്പമാണ്. ചുമലിൽ തല ഉണ്ടെന്നുള്ള അറിയാം, പക്ഷെ ചുമലിൽ തല ഉണ്ടെന്നുള്ള ബോധം പോയി. ചുമതലാബോധം പോയി. ചുമതലാബോധമല്ലേ വേണ്ടത്? ചുമലിൽ തല ഉണ്ട് എന്നുള്ളത് അറിയാം. അതൊക്കെ നമുക്ക് തപ്പി നോക്കിയാൽ തന്നെ അറിയാം. തപ്പി നോക്കിയില്ലെങ്കിലും അറിയാം. പക്ഷെ ചുമതലാബോധം നഷ്ടപ്പെട്ടു. ചുമതലാബോധം ഉള്ളവർക്ക് എന്തുണ്ട്? ഈ തലത്തിലേക്ക് എത്തിച്ചേരാം. പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അയാളോട് പ്രാർത്ഥിക്കൂല. ആദ്യ തലങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനകളൊക്കെ ഇല്ലാതായി ഇനി പ്രാർത്ഥിക്കാൻ ഭഗവാനെ തോന്നരുതേ എന്ന് പറയും. പ്രകൃഷേണ അസ്യത ഇത് പ്രാർത്ഥന. പ്രവൃത്തിയോടുകൂടിയല്ല, പ്രവൃത്തിയോടുകൂടിയല്ല. പ്രകൃഷേണ നല്ലതുപോലെ ആവശ്യപ്പെടുന്നതേതോ അതാണ് പ്രാർത്ഥന. പ്രവൃത്തിയിൽ പ്രാർത്ഥന ഇല്ല. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണത്? അതിന് ഫലം ഉണ്ടാവില്ലേ? സഞ്ചിതം കർമ്മക്കയും സഞ്ചിത കർമ്മം എന്താണ് ചോദ്യം? പറയാണ് അനന്തകോടി ജന്മാനം ബീജസംഭൂതം സന്യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. പറയുന്നത് എന്താണ്? അനന്തകോടി ജന്മാനാം, യാതൊന്ന് അനന്തകോടി ജന്മങ്ങൾക്ക് ബീജസംഭൂതം ബീജകാരണമായി, ജന്മങ്ങൾക്ക് മൂലകാരണമായി യാതൊന്നുണ്ടോ അത് എങ്ങനെ പൂർവാർജിതമായ കർമ്മങ്ങളുടെ എന്തുണ്ടാവുന്നു ഫലമായി നിലനിൽക്കുന്നുവോ അത് സഞ്ചിത കർമ്മം എന്നറിയപ്പെടുന്നു. വ്യക്തമായില്ല? ജന്മത്തിന് കാരണം കർമ്മങ്ങളാണ്. വ്യക്തമായി? ഈ ജന്മത്തിന് കാരണം ജന്മമെടുത്തതിന് എന്റെ മൂലം കൃഷ്ണ, ജന്മമെടുത്തത് കർമ്മമൂലം. ഇല്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ ജന്മം എടുക്കാൻ കാരണം എന്താണ്? കർമ്മങ്ങളാണ്. ജഡമായ കർമ്മം എന്നെ ബന്ധിക്കുമോ? ജഡമല്ലല്ലോ ഞാനും എൻ്റെ വേറെ വ്യത്യാസമുണ്ട്. ഞാൻ എന്ന ഏകവചനം, എൻ്റെ എന്ന ബഹുവചനം. ഞാനും എൻ്റെ ഒന്നല്ല, എൻ്റെ ഒന്നും ഞാനല്ല, ഞാനൊന്നും എൻ്റേതല്ല. ഉറപ്പ്. ഞാൻ എന്നുള്ളത് ഏകവചനമാണ്, അത് ജഡമല്ല. എൻ്റെ ഒക്കെ ജഡമാണ്. നമ്മളിവിടെ എത്തിയോണ്ടാണോ അങ്ങനെ പറയുന്നത്? വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഞാൻ എന്ന് പറയുന്നത് ജഡമാണോ? അല്ല. എന്റേത് പറയുന്നത് ജഡമല്ലേ? ആണ്. അങ്ങനെ ഞാൻ അപ്പോ കർമ്മം എന്നുള്ളത് ജഡമല്ലേ? എന്റേതായ ശരീരത്തിൽ എന്റേതായ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ചെയ്യുന്നു. ആരാ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ലേ? അതുകൊണ്ട് ചെയ്യുന്നത് ജഡമായ കർമ്മങ്ങളെല്ലാം ജഡമാണ്. ജഡമായ കർമ്മം കൊണ്ട് ജഡമല്ലാത്ത എന്നെ ബന്ധിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞാൽ ഇരുട്ട് വെളിച്ചത്തെ സ്വാധീനിച്ചു എന്ന് വരും. അഥവാ കാർമേഘം സൂര്യനെ മറച്ചു എന്ന് പറയും പോലെ ആവും. കാർമേഘം ഒരിക്കലും സൂര്യനെ മറയ്ക്കുന്നില്ല. കാർമേഘത്തിന് സൂര്യത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല. പിന്നെയല്ലേ മറയ്ക്കുന്നത്? പക്ഷെ നമ്മുടെ ദൃഷ്ടിയ അതുപോലെ എന്താവുന്നു? കർമ്മം അല്ല നമ്മെ ബന്ധിക്കുന്നത്. പിന്നെന്താണ്? കർമ്മത്തിൽ ഞാനും എന്റെയും എന്ന ബോധമാണ്.
ഏഷണകളാണ്. അതുകൊണ്ട് ഏഷണ ത്യാഗമാണ് സന്യാസം എന്ന് പറഞ്ഞു, അല്ലാതെ കർമ്മത്യാഗമല്ല. നമ്മൾ തെറ്റിദ്ധരിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മെക്കാൾ അധികം കർമ്മം ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവിടെ ജ്ഞാനം എന്ത് ഉണ്ടാവില്ല, അതുകൊണ്ടൊട്ട് ഭാരം ഉണ്ടാവില്ല. 2 കുട്ടികളെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ചിലരാത്മത്തിൽ നാം ഒന്ന് നമുക്ക് 2 എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെയുള്ള കഷ്ടപ്പെട്ടിട്ട് ആത്മത്തിൽ വരും. പറയുമ്പോൾ സ്വാമിജി പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് അവിടെ 49 ഉണ്ട്, 40 ഉണ്ട്, നമുക്കൊരു ഭാരമില്ല. മറ്റേത് എന്റേതായിട്ടുള്ള എന്റെ അല്ല, അതെ ഇത് എന്റെയാണ്, ഇത് ഞാൻ തന്നെ വേണ്ടേ. എന്റെ എത്രത്തോളം കട്ടി കൂടുന്നോ അത്രത്തോളം ഭാരം കൂടും. എന്നാൽ അത് വേണട്ടോ വ്യവഹാരത്തിൽ. എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണ്, എന്റെ കുട്ടിയാണെന്ന് ഒക്കെ തന്നെ വേണം. പക്ഷെ പരമാർത്ഥത്തെ എപ്പോഴും ഓർപ്പിക്കണം എന്ന് വ്യവഹാരത്തിൽ ഇല്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. അവന്റെ അല്ലാത്രേ സംഗതി പ്രശ്നമാവും. വ്യവഹാരത്തിൽ പ്രാപ്തരാവാനല്ല പറഞ്ഞത്, പരമാർത്ഥത്തെ ഉറച്ചുകൊണ്ട് വ്യവഹാരത്തെ വ്യവഹരിച്ചാൽ വ്യവഹാരം പരമാർത്ഥമാവില്ല ഒരിക്കലും, അല്ലെങ്കിൽ ആണവും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട്